ആങ്കർ തന്നെ തുടങ്ങട്ടെ. ആനന്ദിന്റെ യൂട്യൂബ് ചാനലിൽ തുറന്നടിച്ച് ശ്രീകുട്ടി രഞ്ജിത്തിന് പവറില്ല, രഞ്ജിത്തിന് പവറുണ്ടോ അറിയില്ല. ചിക്കൻ ലോലിപോപ്പ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു, കഴിച്ചപ്പോഴും അതുപോലെ ടേസ്റ്റ്. അതുപോലെയാണോ മനോവേണ്ണ? ഇന്ന് അമ്പൂന്ന് പറഞ്ഞു തന്ന സാധനമാണ്. നിന്റെ ഒരു ചാനൽ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും ഒത്തുകൂടാൻ പറ്റിയത്. ഹായ് ഹലോ, ഏവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ എപ്പിസോഡിൻ്റെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, നിങ്ങൾ കണ്ട് മറന്നുപോയ നിങ്ങളുടെ ആ ഇഷ്ട ടീം, പഴയ 5 ഫിംഗേഴ്സ് ടീമുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ ഓട്ടോഗ്രാഫ് ടീമിന് ട്രീറ്റ് കൊടുക്കാനായിട്ട് കോവളം ബൈപ്പാസ് റോഡിലുള്ള സീപാസ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഈ സീപാസ് റെസ്റ്റോറൻറ്റ് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നിങ്ങൾ കാണുന്നുണ്ട്, ലൈവ് ഫിഷാണ്. ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ലൈവ് ഫിഷിംഗ് ഹണ്ടിങ്. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം, അത് അവർ മാരിനേറ്റ് ചെയ്ത് തരും. പിന്നെ അത് കൂടാതെ തന്നെ കോളേജ് ഗൈസിനൊക്കെ വേണ്ടിയുള്ള ഹുക്ക ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹുക്ക അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി പോയി, അവരോട് അവിടെ സെറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ 5 ഫിംഗേഴ്സ് ടീമിൻ്റെ അടുത്തേക്ക് പോകാം. എക്സ്ക്യൂസ് ഒന്നും പറയാനില്ല, താമസിച്ചു വന്നേര്. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ മസിൽ പിടിച്ച് തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു 5 മിനിറ്റ് താമസിച്ചു കളിയാ, ഒരു 10 മിനിറ്റ് താമസിച്ചു. 10 വർഷത്തെ പരിചയമില്ലേ നിനക്ക്? അതിലൊക്കെ ക്ഷമിച്ചൂടെ? നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്നത്തെ എപ്പിസോഡെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരു സീരിയൽ നടനാവുന്നതിന് മുമ്പ് സീരിയൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമായി നടന്ന സമയത്ത് ഞാൻ നോക്കിക്കണ്ട അന്നത്തെ ഏഷ്യാനെറ്റിലെ ഭയങ്കര ഹിറ്റായി പോയിക്കൊണ്ടിരുന്ന സീരിയലിലെ ഒരു ടീം. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് സീരിയലിലെ ഈ ഫാൻസൊക്കെ വന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ പ്രേക്ഷകർ ഫാൻസായിട്ട് സ്വീകരിച്ച ഒരു ടീമാണ് 5 ഫിംഗേഴ്സ്. അതിൽ ആ 5 ഫിംഗേഴ്സിലെ 4 പേരും ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ട്. അതിൽ ഒരാൾ ശരത്ത് മാത്രം നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ ശരത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ ഈ ടീമിലേക്ക് ചേർക്കണം. ഒരു ഷവർമ മേടിച്ചു കൊടുത്താൽ എന്നെ ഒരു ചേർക്കും ശ്രീകുട്ടി. അപ്പോൾ ആരിൽ നിന്ന് തുടങ്ങണം? പ്രായം നമ്മൾ ബഹുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല, അതവൻ തുടങ്ങിക്കഴിഞ്ഞു. രണ്ടാമത്തെ ആളെ എന്തിന്റെ കാര്യത്തില് അതായത് ഏറ്റവും ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങാം. വരും. എത്ര വർഷം മുമ്പാണ് ഈ ഓട്ടോഗ്രാഫിന്റെ നിങ്ങളുടെ 5 ഫിംഗേഴ്സ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓർത്തെടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മറ്റേ 1960 ജനിച്ചൊരു മനുഷ്യനൊന്നും അല്ല. 1900 അല്ല, അതായത് ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത് അത്രയും പുറകിലാണ്. ജനിച്ചതല്ലേ. അതായത് ഓട്ടോഗ്രാഫ്, അതായത് മകനെ 2019 അല്ല 2009. പ്രായാധിക്യം, ശരി, ഓർമ്മക്കുറവൊക്കെ വരുമല്ലോ. അതായത് 2009 ടെലികാസ്റ്റിംഗ് തുടങ്ങി, 2011 ഓട്ടോഗ്രാഫ് അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ 10 വർഷമായി. പക്ഷെ ഈ 10 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരുടെ മനസ്സിലും 5 ഫിംഗേഴ്സ് എന്നൊരു ഇത് പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിലും കണ്ടു. ട്രോളല്ലേ? അല്ല, അതായത് ഓട്ടോഗ്രാഫ് എന്ന് വെച്ചാൽ അപ്പോൾ ഞാനങ്ങനെ ഇപ്പൊ എന്താ നമ്മൾ വലിച്ചുവാരി എന്തെങ്കിലും കുറെ സാധനങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ നമ്മളൊരു വ്യൂവർ എന്നുള്ളതിൽ നമുക്കും കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം വീഡിയോ കണ്ടാലും നമ്മൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കാണുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന സംഭവമാണ് 5 ഫിംഗേഴ്സിനെ ഒന്ന് തിരിച്ച് ഒരു റീയൂണിയൻ. അപ്പോൾ മീൻസ് നിങ്ങൾ ഫോണിലും കോണ്ടാക്ട് ഇല്ല? വല്ലപ്പോഴും ഫോണിൽ വിളിക്കുന്നത് ഒരു കോണ്ടാക്ട് ആണോ? ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചു, ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിട്ട് നിന്നും എല്ലാവരുടെയും മനസ്സിൽ ഇവർ ഒന്നിക്കുമോ അല്ലെങ്കിൽ ഇവർ ഒരുമിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ അന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും അങ്ങോട്ട്, നിങ്ങൾ എല്ലാവരും പല പല കോണിലേക്കായി. അവിടെ കല്യാണം കഴിഞ്ഞ് സെറ്റിലായി, ഇവിടെ കല്യാണം കഴിഞ്ഞ് അല്ല, പിന്നെ അവള് കല്യാണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങളോട് വന്നിരിക്കും. ഇതിനെന്താണ് ഈ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് സെറ്റിലായി. അല്ലല്ല, ആക്ച്വലി അതിനകത്ത് നമുക്ക് ശ്രീകുട്ടിയെ വേണം അതിനകത്ത് ഒരു എക്സെപ്ഷൻ കേസായിട്ട് പറയാനായിട്ട്. ആ ഒരു ബന്ധം നിലനിർത്തി അതിലെ ക്യാമറമാനെ തന്നെ കെട്ടി എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോ നമ്മുടെ ബാലുവിന്റെ മുഖത്ത് ചിരിയുണ്ട്. ബാലു അന്നത്തെ ക്യാമറമാനെയാണ് കിട്ടിയത്. ബാലു നോക്കണ്ട, അത് പറയുമ്പോ ഒരു രഹസ്യം. അത് അഭിനയം പോട്ടെ, ആ സ്കൂൾ കാലഘട്ടം ക്യാമ്പസ്, ആ ഒരു പ്രണയം. എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണം? എനിക്ക് തോന്നുന്നു 18ാമത്തെ വയസ്സിൽ അല്ലേ? 18ാമത്തെ വയസ്സിലായിരുന്നു.
കല്യാണം. എത്ര വർഷത്തെ പ്രണയമായിരുന്നു? ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങൾ ഒന്നാണ്. പക്ഷെ ഈ വിവാഹ പ്രായം 18 ആണോ നല്ലത് 21 ആണോ നല്ലത്? നമുക്ക് ശ്രീകുട്ടനോട് അതാണ് പുതിയ അത് പറയാൻ എന്തുകൊണ്ട് യോഗ്യത നീയാണ്? വിവാഹ പ്രായം പെൺകുട്ടികൾക്ക് 18 വയസ്സാണോ 21? ഇവളെ ഇപ്പൊ 21 പറയും. മനോജേട്ടൻ ഇന്ന് തീരുമാനം എടുക്കാൻ ഒരു 25 ആക്കട്ടെ. പക്ഷേ നമ്മൾ 18 ഓട്ടോഗ്രാഫ് മനോജേട്ടന്റെ കാര്യത്തിൽ അത് കറക്റ്റ് ആയിരുന്നു. മനോജേട്ടന്റെ കാര്യത്തിൽ അത് കറക്റ്റ് ആയിരുന്നു. ഇവിടെ ഈ ഹോട്ടലിലെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇതിന്റെ പേരെന്താണെന്ന് അറിയാം? ശീശ. ഇത് ആക്ച്വലി വലിച്ചിട്ടുണ്ടോ നീ ഇത്? ഓക്കെ, ആദ്യം അംബരീഷിൽ തന്നെ തുടങ്ങാം. അംബരീഷ് കിറങ്ങി വീഴാണെങ്കിൽ നേരെ ശ്രീകുട്ടിക്ക് അല്ലല്ല, ആദ്യം ആങ്കർ തന്നെ തുടങ്ങട്ടെ. നാദസ്വരം അല്ല, അകത്തേക്ക് വലിച്ചാലേ അറിഞ്ഞൂടാത്ത പോലെ മണമുണ്ടല്ലേ. ആർക്ക്? നമ്മൾ 5 പേരാണ് 6 പേരാണ്? 12 പേരാ. ഒന്നുകൂടെ നീ വലിച്ച ഇത് കിക്കാവും. ഇപ്പൊ ഇവിടെ വീഴും തല ഇറങ്ങിയിട്ട്. ട്രൈ നോക്കില്ലേ? ഇല്ല, നമുക്ക് ഫൈനലിൽ ചെയ്യാം. ഓക്കെ, അതവിടെ ഇരുന്ന് പുകയട്ടെ. ഈ ഓട്ടോഗ്രാഫ് കഴിഞ്ഞിട്ട് പിന്നെ സോണിയ നേരെ കല്യാണത്തിലേക്ക് പോയായിരുന്നു. പാട്ടുകളുടെ പാട്ട് അങ്ങനെ കുറച്ച് പാട്ടുകളുടെ പാട്ട് സീരിയലായിരുന്നു. ഇപ്പൊ റീസെന്റ് വന്ന് നിന്ന് വീണ്ടും അതെ, ഒരു 8 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ബാലഹനുമാൻ ഏഷ്യാറ്റിൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ 8 ഇപ്പൊ വീണ്ടും ഗ്യാപ്പ് ആയി. ഹനുമാന്റെ അമ്മയായിട്ടോ? ഹനുമാന്റെ അമ്മയായിട്ടാണ് ഈ 8 വർഷത്തെ ഗ്യാപ്പ്. അതാണോ മറ്റേ ഡെസേർട്ട് സഫാരിക്ക് പോയത്? അതെ അതെ. ഡെസേർട്ട് സഫാരിക്ക് മാത്രമല്ല നീ പോയത്, നീ WWF പോയിട്ടില്ല. മറ്റേ ഹക്കോകനെ കമത്തി അടിച്ചത് അൽക്കാകനല്ല, കെട്ടിക്കൊണ്ടുപോയവനെ. ആക്ച്വലി 2 ഡെലിവറി കഴിയുമ്പോൾ ഭയങ്കര വയറായി. 2 കപ്പ് എടുത്തു. 2 കപ്പ് വയറൊന്ന് അകത്തോട്ട് കുറയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ചെറിയ ബെൽറ്റിനൊന്നും നിൽക്കില്ല. അങ്ങനെയാണ് ഈ ഒരു 5 ഇഞ്ച് വീതിയുള്ള ഒരു സാധനം വലിച്ചും കെട്ടി. രഞ്ജിത്ത്, അതായത് ജെയിംസ്, എനിക്ക് തോന്നുന്നു അന്ന് ഒരു 10-11 വർഷത്തേക്ക് മുമ്പ് ആ ഒരു ജെയിംസിൽ നിന്ന് ഇന്നൊരു വ്യത്യാസം എന്ന് പറയാൻ മീശ വെച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം അത് നീ എടുത്തു പറയുന്നത് കാണുന്നുണ്ടോ? എന്റെ കഷണ്ടി എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അതാ പറഞ്ഞത്, മുമ്പേ കഷണ്ടി സ്കൂളിൽ പഠിക്കുന്ന ജെയിംസിന് നായകൻ അത്രയും മീശയില്ലായിരുന്നു. ആ ഒരു കൗമാരക്കാരന്റെ ആ ഒരു സാധനവും അങ്ങനെ ഒരു നായക പരിവേഷം അതെനിക്കറിയാം. അന്ന് മറ്റേ ഈ ഡെയിലി അവന് മീശ പഠിക്കുന്ന അസുഖം. ഒരു ദിവസം രാത്രി പുലരുമ്പോഴേക്കും ഇങ്ങനെ തളർന്ന് പന്തലിച്ച് ഞാനിങ്ങനെ ചുരുട്ടിയിട്ടാണ് വരാറ്. ഇവന്റെ ജെയിംസിന്റെ കഥകൾ ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും ലൊക്കേഷൻ അനുഭവങ്ങൾ അറിയില്ല. ഇന്നത്തെ പോലെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ അതിപ്രസരമില്ല, പ്ലാറ്റ്ഫോമില്ല, അങ്ങനെയുള്ള സംഭവങ്ങളില്ല. എവര് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അന്നുണ്ടായിരുന്ന ഒരു സാധനം ഓർക്കൂട്ട് മാത്രമായിരുന്നു. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞ അവന്റെ പവർ ഇപ്പൊ ഇല്ലെന്നാണോ? എന്റെ പൊന്നളിയാ, കൈ വിട്ടു പോകരുത്. ആനന്ദിന്റെ യൂട്യൂബ് ചാനലിൽ തുറന്നടിച്ച് ശ്രീകുട്ടി രഞ്ജിത്തിന് പവർ ഇല്ല, രഞ്ജിത്തിന് പവർ ഉണ്ടോ എനിക്ക് അറിയില്ല. നീ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി 2 പേരും. അതല്ല, മനോജേട്ടൻ വഴി വെച്ച് കണ്ട എന്നെ തല്ലി കൊല്ലു ഉറപ്പാ. ഈ മനോജേട്ടൻ തന്നെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞേ ഓട്ടോഗ്രാഫി 3 വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്യാമറാമാനും ആർട്ടിസ്റ്റുകളും നമ്മളുടെ ഒരു സിങ്ക് എങ്ങനെയായിരിക്കും? അപ്പൊ അതിൽ വർക്ക് ചെയ്ത അല്ലല്ല, സത്യം പറഞ്ഞ ആ ലൊക്കേഷനിൽ ഒട്ടും സിംഗിൾ അല്ലാതിരുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ശ്രീകുട്ടിയും ഒന്ന് മനോജേട്ടനും. അപ്പൊ പറഞ്ഞു വന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ജെയിംസ് രഞ്ജിത്ത് എന്ന വ്യക്തി ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അതുപോലെ ഫിസിക്ക് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു 10-11 വയസ്സ് കൂടിയിട്ടുണ്ട് ജെയിംസിന്. 10-11 വർഷമായി സീരിയൽ എല്ലാവർക്കും കൂടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ചേഞ്ച് മീൻസ് ഫിസിക്കൽ അപ്പിയറൻസിൽ കൊണ്ടുവന്നിട്ടില്ല. അതെന്താണ് ഈ ഒരു ആക്ടറായിട്ട് നിൽക്കാനുള്ള ഒരു, എനിക്കറിയാം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ജിം വർക്കൗട്ട്, ജിമ്മിന്റെ കഥ ജിമ്മിന്റെ കഥ പിന്നെ പറയാം. അല്ലടാ, എനിക്ക് തോന്നുന്നു വൈഫൊക്കെ എന്നോട് പറയുന്നത് രഞ്ജിത്തിനെ കണ്ടില്ലേ ഓരോ, ഇപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റ് കണ്ടതിനേക്കാളും ഇപ്പൊ വീണ്ടും വെളിഞ്ഞിരിക്കുക. ഇവൾ എന്നെ നശിപ്പിക്കാനായിട്ട് വന്നതാണ്. രഞ്ജിത്തിന് പവർ മാത്രമല്ല പക്വതയില്ല. എടാ, ഇതൊക്കെ നീ അടിക്കുറിപ്പോടെ ഇടരുത്. ശരിക്കും ഓപ്പോസിറ്റ് ആണ് രഞ്ജിത്ത് അല്ലേ? ഒട്ടും രമണ, നീ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് പറ. ഇപ്പൊ ഞാൻ ഇങ്ങനൊരു നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണം പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ അമ്പുവിന് എനിക്ക് എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം 2010 ഞാൻ അഭിനയിച്ച ആദ്യത്തെ ഷോർട്ട് ഫിലിമിൽ എന്റെ നായികയുടെ അമ്മയായിട്ട് അമ്പുവിന്റെ അമ്മയാണ് അഭിനയിച്ചത്. അല്ല അങ്ങനെ ഞാൻ വേറെ ഒരു ബന്ധമാണ് നമ്മൾ. അപ്പൊ അതിനുശേഷം എനിക്ക് രഞ്ജി ആയിക്കോട്ടെ, ശ്രീകുട്ടി ആയിക്കോട്ടെ, സോണി ആയിക്കോട്ടെ, എല്ലാവരും അത്രയും ഒരു സൗഹൃദമുണ്ട്. പക്ഷെ നിങ്ങൾ ഓട്ടോഗ്രാഫി വന്ന സമയത്ത് നിങ്ങൾ അതിന് മുമ്പ് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയം ഉണ്ടായിരുന്നു? അത് നിങ്ങൾ ഓട്ടോഗ്രാഫിലാണ് നിങ്ങളുടെ സൗഹൃദം സ്റ്റാർട്ട് ചെയ്തത്?
ഞങ്ങൾ ഒരുമിച്ച് മകളുടെ അമ്മ സീരിയലില്. ഇതിൽ ആരായിരുന്നു അമ്മ, ആരായിരുന്നു മകൾ? ഞാൻ ചേച്ചി അവളെ സോണിയ മൂത്താൾ. തെറ്റിദ്ധരിക്കരുത്, വെള്ളം വീണതാണ്. ഇത് അത് ഉജാല. ഇത് ഞാൻ കുടിച്ചു വെച്ചതാണ്. ഇത് വാട്ടർമെലൻ. അയ്യോ അത് നല്ലതായിരുന്നു. ഇത് ഗ്രീൻ ആപ്പിൾ. ഇത് ഉജാല. ബ്ലാക്ക് ജാമുൻ. ഇവിടെ 8 വർഷം കല്യാണം കഴിഞ്ഞു, അങ്ങനെ ഒരു പക്ഷെ ആ ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല. രഞ്ജിത്ത് ഇപ്പോഴും ഉണ്ട്. കല്യാണം കഴിച്ചു, ബ്രേക്ക് എടുത്ത് മാറിയൊന്നുമില്ലല്ലോ. കല്യാണം എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് പട്ടിണി കിടന്ന് ചാവില്ലേ ചെറുക്കാ. ഇതെന്താണ് ഈ പറയുന്നത്? വൈഫ് എവിടെയാണ് നേഴ്സ്? വൈഫ് എവിടെയാണ് നേഴ്സ് എന്നോ? വൈഫ് ഇപ്പൊ അയർലൻഡിലാണ്. പോയിട്ട് 6 മാസം ആയിട്ടേ ഉള്ളൂ. പച്ച പിടിക്കട്ടളിയാ, എന്നിട്ട് മതി. ശ്രീകുട്ടിയും എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഗ്യാപ്പ് എടുത്തു, പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. എനിക്ക് അത് ജാനിയിലായിരുന്നു. ആരും അറിഞ്ഞില്ല. ജാനി കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചേട്ടാ ഈ ഞാൻ വണ്ണം കുറച്ചിട്ട് വിളിച്ചിട്ട് വേണം വണ്ണം കുറയ്ക്കാൻ. പക്ഷെ അമ്പുലേക്ക് വരുമ്പോ അമ്പു സൈഡിൽ കൂടെ ഡയറക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തു അഭിനയിക്കുന്ന അംബരീഷ് ഡയറക്ടർ ആയിട്ട് ഓട്ടോഗ്രാഫിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അവനെങ്ങനെ അഭിനയിക്കും? അതെന്താ ആക്ഷൻ പറയാൻ ഒരാൾ നിർത്തിയാ പോരെ? വെറുതെ എന്താ ഒരു പണിയില്ല, ആക്ഷൻ കട്ട് പറഞ്ഞാൽ പോരെ. ഇത് കാണുന്ന ഡയറക്ടർമാരൊക്കെ നിനക്ക് അടുത്ത സീരിയലിൽ തരും. അമ്പു പിന്നെ ഫാമിലി വൈഫ് മോള്. മോൾക്ക് എത്ര വയസ്സായി? മോക്ക് ഇപ്പൊ 4 കഴിഞ്ഞു. 4 കഴിഞ്ഞു. ഇപ്പം അറ്റോണിക് പറഞ്ഞ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാറി നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആക്ടിങ് വന്ന് കഴിവ് തെളിയിച്ചു. പക്ഷെ ഇനി ഒരു എന്താ പറയുക, ഒരു ഡയറക്ടോറിയൽ ആ ഒരു സംഭവത്തിലേക്കാണോ ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? അതാണോ? അല്ല, എനിക്ക് കൂടുതലും ഇഷ്ടം ഡയറക്ഷനോട് തന്നെയായിരുന്നു. ഇപ്പൊ പടം ഏതോ അസിസ്റ്റന്റ് അല്ലെ, അസിസ്റ്റന്റ് ഡയറക്ടർ? അല്ല, പടത്തിന്റെ അസിസ്റ്റന്റിന് മുമ്പേ അല്ല, ഞാൻ ഇത്തിരി കാര്യമായിട്ട് ഇത്തിരി ജ്യൂസ് കുടിച്ചിട്ട് കാര്യം പറയാം. അതായത് നമ്മൾ ഈ ഓട്ടോഗ്രാഫ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം 4 വഴിക്കൊക്കെ പിരിഞ്ഞു പോയല്ലോ. അങ്ങനെ കുറച്ചു കാലമായിട്ട് ഞാൻ ഈ നെഗറ്റീവ് ക്യാരക്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നതിന്റെ നടുവിൽ പാവം എൻ്റെ മുത്തായതുകൊണ്ട് പറയല്ല കേട്ടോ, അവൻ പൊന്നാണ്. അംബരീഷ് അല്ലാണ്ടായി. കാരണം കുറച്ചൊരു ചെറിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും എന്നെ ഒരു സീരിയലിലെ നായകനാക്കി വിളിച്ചത് എൻ്റെ മുത്ത അസോസിയേറ്റ് ഡയറക്ടർ അംബരീഷ്. നായകനായിട്ട് ഞാൻ നിന്നെ മീശയും താടിയും നായിക വേറെ കൊള്ളാന്നുള്ള പിള്ളേരുണ്ട്. നിന്റെ പേര് സജസ്റ്റ് ചെയ്തതാ. ഹൈറ്റിൽ ചെറിയ ഒരു കപ്പിനും മൂക്കിനും നാട്ടിലുണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വിളിച്ചത്. അല്ല, അത് ഏതായിരുന്നു വർക്ക്? അത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് ചാനലിലായിരുന്നു. അത് അസോസിയേറ്റ് അമ്പുമായിരുന്നു. നമ്മുടെ ഓട്ടോഗ്രാഫിന്റെ സമയത്ത് ഈ 5 ഫിംഗേഴ്സ് ഈ പേരും പറഞ്ഞ് കുറെ വലിയ വലിക്കല്ല. അല്ല, അതെന്താ സംഭവം എന്നറിയണ്ടേ? നിന്റെ ഭാര്യ കാണുന്നുണ്ട് വിദേശത്ത് നിന്ന്, ഓർമ്മ വേണം. ആ പുക മാത്രം മാസ്ക് ചെയ്യാം. അല്ല, ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും തെറ്റിദ്ധരിക്കും. അത് വേണ്ട. കണ്ടോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരത്തിൽ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് പറയാം, എന്റെ ഹസ്ബൻഡ് സേറ്റ് പഠിക്കില്ല, ദേ നോക്കി എന്ന് പറഞ്ഞ് നോക്കിയിട്ട് തിരിയും പേടിക്കവൻ. നമ്മുടെ ഓട്ടോഗ്രാഫിന്റെ സമയത്ത് നിങ്ങൾ പക്ക 5 ഫിംഗേഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതെന്ന് പറയുന്നത് അങ്ങനെ ലൊക്കേഷനിൽ ഒരു എന്തെങ്കിലും ഒരു അനുഭവം, മറക്കാൻ പറ്റാത്തൊരു സംഭവം, അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അന്നത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ മറക്കാൻ പറ്റാത്തതാണ്. അതെ. അത് രസകരമായ എന്തെങ്കിലും സംഭവം അങ്ങനെയല്ല ആനന്ദി. നമുക്കിപ്പം ഈ ഓൺ ദ സ്പോട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തളത്തിൽ ദിനേശൻ പാർവതിയുടെ ഡയലോഗ് തമാശ പറയുന്ന പോലെ ആയിപ്പോ. അല്ല, ഒരു സംഭവം ഉണ്ട്. അതായത് എന്നെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ പറയാം. ഒരു ആർട്ടിസ്റ്റ് നമ്മൾ മലയുടെ മുകളിൽ ട്രക്കിങ്ങിന് പോയതാ. വണ്ടിപ്പെരിയാർ എന്നറിയില്ല, നമ്മൾ മറ്റേ ഇത് ഇട്ടിട്ട് ആർമി. അപ്പൊ മുകളിൽ കയറിയപ്പോ മലയുടെ മുകളിൽ കയറി ഷൂട്ട് കഴിഞ്ഞ് വരേണ്ട സമയമായപ്പോ ഒരു ആർട്ടിസ്റ്റ് ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണതേ ഓർമ്മയുള്ളൂ. അതിനെ എടുക്കാൻ എന്തോ പേരായിരുന്നു. അവസാനം നറക്ക് വീണത് എനിക്ക് കാലിന്റെ ഭാഗമായിരുന്നു കിട്ടിയത്. എനിക്ക് കാലിന്റെ ഭാഗം കിട്ടി. ആർട്ടിലുള്ള ആർക്കോ നടു കിട്ടി. പിന്നെ നീയാണോ ഞാനില്ല. ഇല്ലേ? ഞാനല്ലേ ഇവനെ വെട്ടാൻ ഷാലു അയക്കുന്ന ഗുണ്ടകള് വിഷമിക്കുകയാണ്. കാരണം അന്ന് നഷ്ടപ്പെട്ട കാല്, നടുക്കണ്ടം, തല മൂന്ന് പോയി. ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് വേണം അവൾ എന്നെ വിളിച്ചിട്ട് 4 ദിവസം തൊളിക്കാൻ പോകണ്ടേ? നിങ്ങളല്ല, നിങ്ങളാണെങ്കിൽ പുല്ലി അവിടെ തന്നെ ചവിട്ടിട്ടിട്ട് വന്നത്.
നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ സീറ്റിൽ ചെയ്യാണ്, നമുക്ക് എല്ലാവർക്കും സ്നേഹമാണ്, ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ ഒരു പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നുവെങ്കിലും ദേഷ്യപ്പെടുമെങ്കിലും നിങ്ങളൊരു അനിയൻ ചേട്ടന്മാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈക്ക് ഒരു എൻജോയ് ക്രൂ പോലെയായിരുന്നു. കാരണം സുഹിത്തേട്ടൻ്റെ അനിയൻ തന്നെയാണ് ചീഫ് അസോസിയേറ്റ് ആയിട്ട് യതീഷേട്ടൻ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സ്കൂൾ, ഈ ഓട്ടോഗ്രാഫിൻ്റെ നിങ്ങളുടെ ആ ഒരു മേക്കിംഗ് സമയം? ഒന്നാമത്തെ കാര്യം 5 പൈസേന്റെ വിവരമില്ലാത്ത 4 അഭിനയിക്കാൻ പോയത് അന്ന്. സുജിത്തേട്ടന് 2 കാര്യത്തിനായിരുന്നു പിന്നെ വാ തുറക്കുന്നത്. ഒന്ന് തള്ളക്ക് വിളിക്കാൻ, തെറി വിളിക്കാനും ആഹാരം കഴിക്കാനും. അല്ല, നമ്മൾ പറഞ്ഞു വന്നതായിരുന്നു ഇത് സുഹിത്തേട്ടനെ സംബന്ധിച്ചോളം. സുഹിത്തേട്ടനല്ല ആ ലൊക്കേഷനകത്തോണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് പുതിയതായിട്ട് അഭിനയിക്കാൻ വന്നത്. പക്ഷെ ഇവരൊക്കെ അതിനകത്ത് ഓൾറെഡി നിങ്ങൾ സീരിയലൊക്കെ ചെയ്തിട്ടില്ലേ? ഞാൻ നേരത്തെ ചോദിച്ചത് നമ്മൾ എന്തോ അങ്ങനെ പറഞ്ഞു പോയി. നേരത്തെ നിങ്ങൾ എല്ലാവരും ആ സമയത്താണോ കാണുന്നത്? ശരത്ത് അയ്യപ്പൻ ചെയ്തിട്ട് അങ്ങണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ശരത്ത് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്ന 8ാമത്തെ മെഗാ സീരിയൽ. ശരത്ത് 17ാമത്തെ വയസ്സിലൊക്കെ ശരത്ത്. നിങ്ങൾ 5 പേരിൽ സീനിയർ ആരായിരുന്നു? ജിഷിൻ. വയസ്സിന്റെ അല്ലല്ലോ, സീനിയർ ആരായിരുന്നു? ഞാനെന്ന്. സീനിയർ ഞാൻ ആക്ടിങ്. നീ എത്രാമത്തെ വയസ്സിലാണ് അഭിനയിച്ചേ? അവള് ജനിച്ചപ്പോഴാണ് ഞാൻ 2007 ആദ്യമായിട്ട് ഒരു മെഗാ സീരിയൽ ചെയ്യുന്നത്. ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ലേ? കുഞ്ഞുനാളിലെ ശ്രീകുട്ടി ഉണ്ടല്ലേ? നമ്മുടെ രണ്ടുപേരും അല്ല, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ശ്രീകുട്ടി തുടങ്ങുന്നത്. പിന്നെ അവൻ തെക്കുറിശ്ശൂർ അല്ല, എനിക്ക് അത് സോറി, എനിക്ക് കൊച്ചിനെ അന്ന് മറ്റേ കിളാകുട്ടിയാണല്ലോ, എനിക്ക് അപ്പൊ അറിയില്ല ഈ കുട്ടി. അങ്ങനെ പ്രായം കുറവ് ഞാനും ഷാലും ശരത്തും ഇതെല്ലാം വയസ്സന്മാര്. എല്ലാത്തിനും മീശ എടുത്ത് യൂണിഫോം നിർത്തിയപ്പോ യൂണിഫോം ഒക്കെ ഇട്ട് അത് ഒരു ഭയങ്കര. അല്ല, അതിലുള്ള കോമഡി എന്താണെന്നറിയോ? ഞങ്ങളിപ്പം യൂണിഫോം ഇല്ലെങ്കിലും മീശ വെച്ചാലും മീശ വെച്ചില്ലെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴും ആ യൂണിഫോം എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയാൽ ഇപ്പോഴും അതേ +2 കാരാ. ഇവളൊന്ന് സാരി ഉടുപ്പിച്ച് എടുത്ത് വെക്കുക. അന്ന് ഇവള് സാരി എടുത്ത് കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ലുക്കാണ്. അന്ന് നമുക്ക് കിട്ടിയൊരു ഭാഗ്യം കൂടെ പറയാം ആനന്ദേ. അതായത് സീരിയലില് സാധാരണ എല്ലാ സീരിയലിലും ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും കുടുംബത്തിനകത്തുള്ള ഇൻഫ്ലിക്സിനകത്തും അതിനകത്ത് നടക്കുന്ന പരിപാടികളൊക്കെ ആയിട്ടാണ്. അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഓട്ടോഗ്രാഫ് ക്യാമ്പസ് സ്കൂൾ ടൈമിൽ. അപ്പം ഇപ്പോഴും ട്രോളറുണ്ട്, ജന്മത്തെ സ്കൂളിൽ കയറാതെ സ്കൂൾ കുട്ടികളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ട്രോൾ ചെയ്യുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നും ഈ പറയുന്ന പോലെ ഇത്രയും വർഷമായിട്ട് പോലും ആ സീരിയലിന് ഇന്നും ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിച്ചിട്ട് ഇന്നും എന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നുമല്ല, അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഓട്ടോഗ്രാഫ് നടക്കുന്ന സമയത്ത് ഓർക്കുട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെ, ഓർക്കുട്ട് ഉള്ള സമയം ഫേസ്ബുക്ക് ഉണ്ട്. 2007 ഫേസ്ബുക്ക് ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല. എന്നിട്ടും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലുകളുടെ കൂട്ടത്തിൽ ഈ അടുത്ത കാലത്താണ് ഓട്ടോഗ്രാഫിന് ഒരു ഫാൻ പേജും അതിൻ്റെ അകത്ത് ഒരു 5000 പേര് എന്തോ ഫോളോവേഴ്സും ആക്കി വന്നേക്കുന്നത്. ഞാനത് കാണാനിടയായി. അപ്പൊ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം വന്ന് ഒരു 5 ഫിംഗേഴ്സ് എന്നൊരു ടീം. പക്ഷെ അതിന്റെ പേര് കഥയാണ്. നമുക്ക് അതിനകത്ത് ടെൻഷൻ അടിക്കാനോ മറ്റേ എന്താ പറയുക ഈ പറയത്തക്ക രീതിയിലുള്ള നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന പല കാര്യങ്ങളിലുമായിട്ട് അതിനകത്ത് പറയാൻ ഒറ്റ കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ലൈഫ്, സ്കൂൾ ലൈഫ്, നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ടായ നമ്മുടെ കോളേജ് ലൈഫ്. നമ്മൾ ശരിക്കും എങ്ങനെയാണോ കോളേജിൽ അത് തന്നെയായിരുന്നു ഞങ്ങള്. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അടിമഴക്കുള്ള ഈ ഓട്ടോഗ്രാഫ് എനിക്ക് തോന്നുന്നു ഒരുപാട് പിന്നെ നടന്മാരെയും നടിമാരെയും ഇന്ന് മലയാള ടെലിവിഷൻ ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ചു. അതായത് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ഇൻഡസ്ട്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹീറോയിൻസ്, അതായത് നമ്മൾ 3 പേരെ പിന്നെ ഞാനും രഞ്ജുവും ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓട്ടോഗ്രാഫ് വന്ന ശേഷമാണ് നമുക്കൊരു റീച്ച് ഉണ്ടായത് ഓട്ടോഗ്രാഫിലുള്ളത് എന്നുള്ള അല്ല, അതിൽ അഭിനയിച്ചു പോയ ആൾക്കാരാണ് ഇന്നും ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ടോപ്പ് ലെവലിലുള്ള ആർട്ടിസ്റ്റുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീനിയർ ശ്രീകുട്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവൾ ആ മോഡ അന്ന് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്നറിയോ? ഇവള് വന്ന് പറയും മറ്റേ സീനിയർ എന്നാ ഈ സീനിയോറിറ്റി ഇവള് ഈ കൈക്കുഞ്ഞാണ് എന്നുള്ള കാര്യം ഇവള് നമ്മളോട് പറയുന്നില്ല. അതായിരുന്നു ഇവളുടെ സീനിയോറിറ്റി ഒക്കെ. അന്ന് ഞാൻ തലക്കെട്ടടിച്ചേനെ. ഭയങ്കര ചാടായിരുന്നു. എന്തോ ഒരു ലൊക്കേഷനിലൊക്കെ ആശുപത്രി ഏതോ സിനിമയുടെ ഷൂട്ട് നടന്നു. അന്ന് പ്രസവം നടന്ന കുറിച്ചായിട്ട് അവിടെ ഷൂട്ട് ചെയ്തു. കുഞ്ഞുനാളിൽ അഭിനയിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഇവർക്ക് എല്ലാവർക്കും ഫോണ് മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ നിനക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനാണ് ഞാൻ കാണിച്ചോണ്ടിരുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഡിപ്രഷൻ മാറിയാ പിന്നെ നന്നായിട്ട് മാറി. മനോജേട്ടനാ ഡിപ്രഷൻ.
ഫുഡ് അപ്പൊ അത് പറഞ്ഞു നമുക്ക് ഈ അവള് ഈ ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു അല്ല അന്ന് ലൊക്കേഷനിനകത്ത് എനിക്ക് തോന്നുന്നു താരജാട ഉണ്ടായിരുന്ന ഒരു അര ഐറ്റം ഉണ്ടായിരുന്നു, അത് ശ്രീകുട്ടിയായിരുന്നു. എനിക്ക് ചാടുന്നുണ്ട് ചുമ്മാ. അല്ല നിനക്ക് വാ തുറന്നാൽ ജാട മാറും. അതെ ഇല്ലായിരുന്നു അവള് പറയുന്നു, പക്ഷെ നിങ്ങളത് സമ്മതിച്ചിരുന്നില്ല. അപ്പൊ നീ എങ്ങനെയായിരിക്കണം? അല്ല ഞങ്ങളോട് ജാട ചെയ്യുമ്പോ എന്തെങ്കിലും ജാട ഉണ്ടായിരുന്നു. ഇടിച്ചിന്റെ സൂപ്പർ ഇത് ഈ പേടി അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അടുത്ത് കാണിക്കാറുള്ളത്. കാരണം നിന്റെ അടുത്ത് ഒരു ഇടി കൊണ്ടാ മതി, ഇതങ്ങനെയല്ല, ചന്നം പിന്നെ 4 ഭാഗത്തു നിന്നാണ് വരുന്നത്. എനിക്ക് അതിനൊന്നും നേരെ ഞാൻ ആ കൊമ്പത്തിരിക്കുന്ന രാജസ്ഥാൻ എറിഞ്ഞ് വീഴ്ത്തി വെച്ച് കളി. ആദ്യം ആരാ പ്രപ്പോസ് ചെയ്തത്? മനോജ് ചേട്ടൻ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു, എടി എങ്ങനെയാ നിങ്ങൾ മീൻസ് ഫാൾ ഇൻ ലവ് എന്നൊക്കെ നമുക്ക് ആദ്യം വെറുപ്പ് തോന്നുക, അല്ലെങ്കിൽ ആ വെറുപ്പ് പിന്നെ പിന്നെ ഇഷ്ടത്തിലേക്ക് മാറുക, എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. ചീത്ത വിളി എന്നെ ദേഷ്യപ്പെടാതെ ഒരു രീതിയില്ല. അല്ല ഇവിടെ ഇടയ്ക്ക് സീരിയസ്ലി മനോജേട്ടനെ ശ്രീകുട്ടി അവിടെ നിന്ന് ശ്രീകുട്ടി ചിരിക്കുമ്പോഴൊക്കെ മനോജേട്ടൻ നമ്മളെയാണ് നോക്കണത് ദേഷ്യത്തോടുകൂടി. അല്ല ഇവളുടെ അടുത്ത് ഇടക്കിടക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളിങ്ങനെ മറ്റെന്താ പറയാ ഈ റിയാക്ഷനൊക്കെ വിടും. അങ്ങനെ നോക്കുന്ന പോലും ഇല്ല, ഈ സാധനം കിടക്കിടക്ക് ഇടും. അപ്പൊ നമ്മളും ഇങ്ങനെ അങ്ങനെ നോക്കും. എറിഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ സങ്കടത്തിലായിരുന്നു. അയ്യോ അനുജേട്ടൻ ആനന്ദേ, ഈ 3 വർഷവും ഇതെല്ലാം വൺ വേ ട്രാഫിക് മാത്രമായിരുന്നു. അവരിന്നെങ്കിലും അറിയട്ടെ ഇത്. മനോജേട്ടൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു മനോജേട്ടൻ അറിഞ്ഞത് പോലും സീരിയൽ തീരാറായി അല്ലേ? എന്നെ കെട്ടിയപ്പോഴാണ് അങ്ങനെ അറിയുന്നത്. ആ ഒരു ആവേശത്തിനെ അല്ല തുറന്ന് പറഞ്ഞിട്ടുമില്ല പുള്ളിയോടത്. അറിയാം, നിന്റെ ലൊക്കേഷനിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. അതിന് ഇവരുടെ കാര്യം ആരും സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ദേഷ്യവും ആരോട് തുറക്കുന്ന സുഹൃത്തേട്ടൻ ഭക്ഷണം കഴിക്കാനെങ്കിലും മാർക്കില്ല, ഇത് ചീത്ത. അറിയാ ഇപ്പൊ അമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ ലൊക്കേഷനിൽ വന്ന ഒരു ഇത് അവള് ഉണ്ട് എന്നുവെച്ചാൽ സീനിയർ ആണ് എന്നുള്ള സംഭവം അവള് കാണിക്കുന്നു. ഇപ്പൊ അവള് പറഞ്ഞ അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നി, അപ്പൊ അതിനോടൊപ്പം ഇപ്പം ഇവള് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടറെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അതുപോലെ മീൻസ് ഒരു ഫാക്ടറാണ് ക്യാമറാമാനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇവർ കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് രമണ ഇവിടുന്ന് ഇങ്ങനൊരു സാധനം അമ്പ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയ പുള്ളി ആ അമ്പിനെ കുറെ കാലം കൊണ്ട് തടഞ്ഞു വെച്ചേക്കുമായിരുന്നു. അത് കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ ആ പ്രശ്നം, ബാക്കി ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. പിള്ളശാപം വാങ്ങിക്കണമെന്ന് എഴുതിയിട്ട് അവസാനം പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പിശാശി അമ്പ് എഴുതുന്നത് നിർത്തൂല, ഇത് കൊണ്ട് മരിക്കാനാണ് എന്റെ വിധി. അവസാനം അത് കൊള്ളാൻ തീരുമാനിച്ചു. ഇങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് നിപ്പായിരുന്നു. എവള് നമ്മളെ ഷൂട്ടിന് വിളിച്ച സമയത്ത് ഞാൻ വിളിച്ചപ്പോ അമ്പു അളിയാ ഞാൻ ഉണ്ട്, നീ സെറ്റ് ചെയ്തിട്ട് വിളിച്ചാൽ മതി. എൻജിയെ വിളിച്ചു, അളിയാ ഇന്ന് ഷൂട്ടിലാണ്, നീ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയോ, എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് മാറ്റിക്കോളാം. സോണിയെ വിളിച്ചപ്പോൾ ചേട്ടാ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വന്ന്. ഇവളെ വിളിച്ചപ്പോ ഇവൾ എന്നോട് ചോദിച്ചൊരു കാര്യം, ചേട്ടാ എവിടെ ഷൂട്ട്, എന്ത് ചോദിക്കുമെന്നോ, അവര് 3 പേരും ഓക്കെ ആണോ എന്നല്ല ഇവിടെ എന്നോട് ചോദിച്ചത്. അവര് വരുമോന്നല്ല, ശരത്തില്ല, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, അവരുണ്ട്. ഞാൻ പറഞ്ഞു ചിത്രാഞ്ജലി ലാൻഡ്സ്കേപ്പിൽ ചിത്രാഞ്ജലി, ഞാൻ എന്നെ പെറ്റിട്ട് അവർ ഞാൻ ചിത്രാഞ്ജലി ഒന്നും പറ്റില്ല. നിങ്ങളെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ്. സീബാസ് ബൈപ്പാസ്, വിഴിഞ്ഞം ബൈപ്പാസ് റോഡിൽ സീബാസ് ഉണ്ട്. അവിടെ എന്താ പ്രത്യേകത പറഞ്ഞാൽ ലൈവ് ഫിഷാണ്. അതുകൊണ്ട് ഇതേ കൊണ്ടിരുത്തിയിട്ടുണ്ട്. നീ ഇതിപ്പോ ഹോട്ടലാന്ന് പറഞ്ഞപ്പോ മാത്രമാണ് ഇവിടെ പറയാൻ റെഡിയായത്. രഞ്ജിത്തിനെ കാണണമെന്നോ സോണിയോട് സംസാരിക്കാനോ ഫോട്ടോ എടുക്കാനോ നമുക്കൊരു സൗദ സംഭാഷണം നടത്താന്ന് പറഞ്ഞാൽ അല്ല. അപ്പൊ ഇന്നത്തെ ദിവസം ഇവളും കൊഞ്ചും തമ്മിലുള്ള സെൽഫി എടുത്തിട്ട് പൊക്കോട്ടെ. അതല്ലേ ഈ നമ്മുടെ 5 ഫിംഗേഴ്സില് അമ്പ് ഉണ്ടോ എന്ന് അവള് ചോദിച്ചില്ല, അവിടെ കൊഞ്ചുണ്ടോ, കണവയുണ്ടോ, ചിപ്പിയുണ്ടോ, അങ്ങനെയൊക്കെയാണ്. നീ എന്തിനാ കൊച്ചേ കൊഞ്ചുണ്ടോ എന്ന് ചോദിക്കുന്നേ? ഞങ്ങളില്ലേ കൊഞ്ചാൻ, തിന്നാൻ പറ്റൂലല്ലോ എന്ന്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്, ബട്ടർ നാനുണ്ട്, നാനുണ്ട്, അപ്പമുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. ഓർഡർ ചെയ്തില്ലേ? ലോബ്സ്റ്റർ ഇവിടെ ഇന്നില്ല. ഇന്നലെ ഇട്ട വലയിൽ ലോബ്സ്റ്റർ കയറിയില്ല. അളിയൻ പറ്റിച്ചു കളഞ്ഞു നമ്മളെ. അതെ അളിയൻ പറ്റിച്ചു കളഞ്ഞു നമ്മളെ. ഈ ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ആ വലിയ മെനു എടുത്ത് മാറ്റണം, ജ്യൂസിന്റെ മെനു മാത്രം കൊടുത്താൽ മതി. വരുന്നത് ശ്രീകുട്ടിയാണ്. നമ്മൾ ഇത് ഇവിടെ വന്ന് ഇരുന്ന് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി ആദ്യം സെലക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ മെനു കാർഡ് ഉണ്ട്. നമ്മൾ രഞ്ജിത്ത് അളിയനെ കൊടുത്തു, നമ്മുടെ പയ്യൻ രഞ്ജിത്ത് അളിയൻ 6 പേജുള്ള ഫുൾ മറിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു. അപ്പം ഞാൻ അപ്പുറത്ത് നിൽക്കാൻ ജസ്റ്റ് ടച്ച് ചെയ്തു. ഞാൻ രഞ്ജിത്ത് കലിപ്പാണ്, ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഇതിന്റെ എല്ലാം മലയാളം ഉണ്ടോ? അല്ല അവൻ ആൻജിയോസ് ഓർഡർ ചെയ്തു, കൊണ്ടുവച്ച് നെത്തോലിയാണെന്നുണ്ടപ്പോ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. അയ്യോ അപ്പൊ സംസാരിച്ച് ചിരിച്ചിരുന്ന നമ്മള് എല്ലാം തണുത്തു പോകും. 4 ഇതളുള്ള അപ്പം കണ്ടോ, നീ കണ്ടിട്ടുണ്ടോ? സ്റ്റാർട്ടർ സ്റ്റാർട്ടർ എന്നാ എടുത്തോളൂ.
പ്ലേറ്റ് എന്റെ കയ്യിലായത് കാരണം ദൈവമേ പ്ലേറ്റ് ബാക്കിയുള്ള ഒന്ന് എനിക്ക് കിട്ടുമല്ലോ. ഇത് കള്ളക്കളി. ആദ്യം എടുത്തവന് വീണ്ടും ഒരു പീസ് കൂടെ കിട്ടും. ഇല്ല, അവസാനം എടുത്ത കൊല്ലും ഞാൻ. വേറെ പ്ലേറ്റ് തരട്ടെ അവിടുന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട്. നീ പാര വെക്കാനാണോ ഇവിടെ വന്നത്? കഷ്ടപ്പെടൊന്നുമില്ല. ഇതിപ്പോ 2 തിന്നാലേ ടേസ്റ്റ് എന്താന്ന് അറിയുള്ളൂ കേട്ടോ. എന്നെ പറഞ്ഞു കണ്ടോ? ടിഷ്യൂ തരൂ, ടിഷ്യൂ. നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ കോട്ട് ചെയ്തേക്കണത്. നിങ്ങൾക്ക് കിട്ടിയാ? കിട്ടി എനിക്ക് സംശയം ഈ കോഴി ചാവുന്നതിന് മുമ്പേ കപ്പലണ്ടി ഒക്കെ തിന്നിട്ടാന്ന് തോന്നുന്നു ചത്തത്. എനിക്കൊരു ആ ഒരു ഫ്ലേവർ ഇപ്പൊ ടേസ്റ്റ് മനസ്സിലായില്ലേ? പോയി. ഫുഡിന്റെ ഒരു സ്റ്റാർട്ടർ ഐറ്റം ആണ് ചിക്കൻ ലോലിപോപ്പ്. നല്ല പീസാണ്, തരില്ല. നല്ല സ്മൂത്ത് ഫ്ലഷ് ആണ്, ഉള്ളിൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ സീബാസ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ചിക്കൻ സ്പെഷ്യൽ ഐറ്റംസിൽ നമുക്ക് എടുത്ത് പറയാം ഈ ഒരു സാധനം ചിക്കൻ ലോലിപോപ്പ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കാതെയാണ് ഇങ്ങോട്ട് സത്യമായിട്ട് രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു. ദൈവമേ, നോക്കിയേ ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു സീൻ മേക്കപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നമ്മൾ വൈകുന്നേരം ഇപ്പോൾ 7-8 മണിയൊക്കെ ആകുമ്പോൾ വിശന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, നമ്മൾ അസോസിയേറ്റിനോട് ചോദിക്കും അടുത്ത സീനിൽ നമ്മളുണ്ടോ ചോദിക്കുന്ന വേറൊന്നുമല്ല. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടുന്ന സമയം കൊണ്ട് 2 ചപ്പാത്തി കഴിക്കാം. അപ്പോൾ അങ്ങനെ വർഷങ്ങളോളം നിന്ന് കഴിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, 2 വിരലിൽ ഒരു ബൗളും വെച്ചിട്ട് അത് ചപ്പാത്തി എടുത്ത് വയ്ക്കുന്നു. തിരിച്ചു വയ്യൂടാ. ഈ നമ്മളൊരു സീരിയൽ കുറച്ച് നാളാണെങ്കിൽ പോലും, അതിപ്പോൾ ഈവൻ ഒരു 2 മാസമാണെങ്കിൽ പോലും അല്ലെങ്കിൽ 6 മാസമാണെങ്കിൽ പോലും നമ്മളൊരു ക്യാരക്ടറായിട്ട് വന്ന് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ആ സീരിയലിൽ നമ്മുടെ ക്യാരക്ടർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സീരിയലിൽ സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. നിങ്ങൾ ആ സമയത്ത് ഇത്രയും പീക്കിൽ ഭയങ്കര മൈലേജിൽ നിൽക്കുന്ന ഒരു സീരിയൽ, അങ്ങനത്തെ ഒരു ക്രൂ, അത് അതിൻ്റെ എൻഡ് ഓഫ് ദി ഡേയ്സിലേക്ക് പൊക്കോണ്ടിരുന്ന പല സീരിയൽ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം. അല്ല, ആക്ച്വലി ഇതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്, രഞ്ജിത്തിന് ഒഴിച്ച്. കാരണം ഇന്നും അതിന്റെ പേരിൽ അവാർഡ് വാങ്ങിക്കുന്ന ഒരേ ഒരു ഇവൻ മാത്രം. ഇന്നലെ ഫേസ്ബുക്കിനകത്ത് ഇട്ടുണ്ട് യൂത്ത് ഐക്കൺ അവാർഡ്. എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇടുന്ന ഏത് അവാർഡ് നൈറ്റ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് രഞ്ജിത്തിനകത്ത് യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടി. ഓട്ടോഗ്രാഫർ മികച്ച അഭിനയം. ആക്ച്വലി ഓട്ടോഗ്രാഫ് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിൽ പോണ ഒരു ഇതുണ്ടായിരുന്നു. ഞാനും സോണി സ്കൂൾ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫൈറ്റും ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ട് ഞങ്ങൾ 5 പേരും കൂടെ പോകുന്ന ഒരു സീൻ. പിന്നെ ക്യാമ്പസിലേക്ക് കഥ മാറാണ് അല്ലേ? അല്ലല്ല, നമ്മൾ ഇത് വിട്ടിട്ട് പോകുന്നു, ആ സ്റ്റെപ്പ് തൊട്ടിട്ട് പോകുന്നു, തിരിച്ചു പോകുന്നു. അത് ആക്ച്വലി എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങള് 4 പേരും 5 പേരും നമ്മൾ സ്പ്ലിറ്റ് ആവുകയാണ്. മീൻസ് അവിടെ അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് ഷോട്ട് എടുത്തത് ഒരു ക്രെയിൻ ഷോട്ടായിരുന്നു. ക്രെയിൻ ഉണ്ടാവും, നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി എല്ലാവരും മുട്ടുകുത്തി നിന്ന് അതില് വെച്ചിട്ടൊക്കെയാണ് പടിയിൽ. ശരിക്കും ലിറ്ററലി ഞങ്ങൾ കരഞ്ഞു. എല്ലാവരും കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടാവും. അന്ന് ഞാൻ നോക്കിയത് അല്ല, അന്ന് ഞാൻ നോക്കിയത് ഈ മറ്റേ സ്റ്റെപ്പിലുള്ള മുത്തം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു, എവിടെയാ പ്രൊട്ടക്ഷൻ. പിന്നെ അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. കാരണം ദൈവമേ, ഇനി ചപ്പാത്തിയും ചിക്കനൊക്കെ എന്ന് കിട്ടും. അല്ല, നമ്മുടെ ഈ കൂട്ടത്തിനകത്ത് ഇല്ലാത്ത സ്റ്റിൽ പിന്നെ ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ജിഷനാണെങ്കിലും ശാലിനാണെങ്കിലും ഒക്കെ നമ്മുടെ ആ ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ. ഇപ്പൊ ഋഷി, വിപിൻ, മഹേഷ്, ഞങ്ങൾ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷെ അവരൊക്കെ നമുക്ക് കോളേജിൽ പാർട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുറെ കാലം നിജാഷ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മീഡിയയിൽ അതിനു മുന്നേ ആങ്കറായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ കിരണിൽ ആങ്കർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്രോജക്ടിന്റെ ഭാഗമാകാൻ പറ്റിയ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ലക്കാണ് അല്ലെ അംബരീഷിനെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ച് കാരണം ഇന്നും വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ മീൻസ് ആഫ്റ്റർ 10 അല്ലെങ്കിൽ 12 ഇയേഴ്സ് ശേഷവും ഇന്നും നമ്മൾ അംബരീഷിന്റെ ആ ക്യാരക്ടറും ഓട്ടോഗ്രാഫിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓട്ടോഗ്രാഫിന്റെ ഒരു പഴയ അതിന്റെ ആ ഒരു ബെൽറ്റിലാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ. അല്ല, ഞാൻ ഈ നമ്മൾ പലയിടത്ത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ, ഞാൻ അടുത്ത കാലത്ത് ഞാൻ ഒരിടത്ത് ഷൂട്ടിന് പോയ സമയത്ത് കാസർഗോഡായിരുന്നു. അപ്പോൾ അടൂർ പാണ്ഡ്യ എന്ന കണ്ട സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഞാനവിടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ആ ലൊക്കേഷനിൽ ഒരു ആൾക്കാരിങ്ങനെ സ്കൂൾ കുട്ടികളിങ്ങനെ വന്നിട്ട് പരിചയപ്പെട്ടത് ഓട്ടോഗ്രാഫിൽ അഭിനയിച്ച ചേട്ടനല്ലേ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നും അതിനുശേഷം ഞാൻ എത്ര സീരീസ് ഞാൻ ചെയ്തു. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം ശ്രീകുട്ടിയെ കാണുമ്പോഴും ശ്രീകുട്ടി എത്ര ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ശ്രീകുട്ടിയാണ് സോൺ നമ്മളെല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസത്തെ ഒരു പ്രാവശ്യമെങ്കിലും ഓട്ടോഗ്രാഫിനെ കുറിച്ച് ചിലപ്പോൾ മറന്നു പോകും. അതായത് മീൻസ് ഓട്ടോഗ്രാഫ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മറന്നു. എല്ലാ ദിവസവും ഓട്ടോഗ്രാഫിനെ കുറിച്ച് ഓർക്കുന്ന ഒരാൾ അത് ശ്രീകുട്ടിയാണ്. കാരണം ബെഡ്റൂമിൽ നിന്ന് ഉറക്കം കഴിച്ചാൽ നേരെ കല്യാണം കഴിച്ച് മനോഹരമായിട്ട് ഫോട്ടോയാണ്. അത് കാണുമ്പോൾ ഓട്ടോഗ്രാഫാണ് ഓർക്കുന്നത്.
ഈ കല്യാണം നടത്തി തന്നതും നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് പാലോടൊക്കെയാണ്. അവരോട് നിനക്ക് അവരോട് ഇഷ്ടാണോ, നമുക്ക് ഈ ഒരു അവസരത്തിൽ ദേഷ്യാണോ, എന്താണ്? കണ്ടിട്ടില്ല, അതാണ് സത്യം. സാരമില്ല, ഇനി അവരെ കാണുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞുതരാം. ഈ ചിക്കൻ ലോലിപോപ്പ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു, കഴിച്ചപ്പോഴും അതുപോലെ ടേസ്റ്റ്. അതുപോലെയാണോ മനോവേണ്ണൻ? പുറമേ നിന്ന് നോക്കിയപ്പോഴും പ്രേമിച്ച മൊത്തത്തിൽ കൊള്ളാം. നാളത്തെ മനോവേട്ടന്റെ അവസ്ഥ ഓൾമോസ്റ്റ് അങ്ങനെയാണ്. അല്ല, അന്ന് എല്ലാരും വിറപ്പിക്കായിരുന്നു, ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന് വിറക്കും. പാവമായിട്ടോ. പക്ഷെ ഇവൾക്ക് മനോവേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവന, മനോവേട്ടൻ അങ്ങോട്ടും. പക്ഷെ എല്ലാവരുടെ മനസ്സിലും മനോവേട്ടൻ ഭീകര ജീവി, ആരും സംസാരിക്കുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല, എല്ലാവരും ഭയങ്കര. പുള്ളി പക്ക വർക്കഹോളിക്കാണ്. പുള്ളി ക്യാമറ അല്ലെങ്കിൽ വെറൈറ്റി ഫ്രെയിംസ് കൊണ്ടുവരിക, അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പുള്ളി ഇത്രയും നാൾ ഇത്രയും തിരക്കായിട്ട് അതൊക്കെ നിൽക്കാൻ. കണ്ടിട്ടാണ് അവള് വീണത്. എവിടെയായിരുന്നു നമ്മുടെ മറ്റേ മേലൊക്കെ കേറി. അവളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മേലെ കേറിയിട്ടൊക്കെ ഷൂട്ട് ചെയ്തില്ലേ, ആ മരത്തിന്റെ മേലെയൊക്കെ നമ്മള് മിലിറ്ററി ക്യാമ്പ് സ്ഥലം അല്ലേ? ആ മരത്തിന് താഴെ അവള് ഇരുന്നതാണ്. അതെ അതെ, ആ അപ്പൊ മരത്തിന് താഴെ അവള് ഇരുന്നോണ്ടാണ് പുള്ളി മതി മതി. ഇല്ലാതെ ഏറ്റവും വലിയ രസം ഞാൻ ഇവളുടെ അച്ഛന് പേടിയുണ്ടായിരുന്ന രണ്ടാൾക്കാരായിരുന്നു ഞങ്ങള്. എന്റെ അച്ഛ വായില് ചില്ലി ചിക്കന്റെ ഹെല്ലിട്ട് കുത്തി പോലും തിരിച്ചു കടിക്കുക. പക്ഷേ കൊടും മല്ലയാണ്. ഇല്ലില്ല, അവന്റെ കാര്യത്തിൽ പിന്നെയും ടെൻഷൻ ഇല്ലായിരുന്നു. എന്റെ കാര്യത്തിൽ ടെൻഷൻ. എന്നറിയാമോ, ഫുൾ ടൈം ഇവക്ക് കുറച്ച് പൊക്കം കുറവ്. അപ്പൊ ഇവൻ പൊക്കത്തിന്റെ സെറ്റ് ഇനി ടൈം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അപ്പോഴേ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? നിനക്ക് ആ ഒരു അതെന്താ നിങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ഒരു സംഭവം? പലരുടെയും രാപ്പോനെ അറിയാന്നുള്ള പറഞ്ഞ പോലെ പലരുടെയും മനസ്സിൽ അങ്ങനെ ഒരുമിച്ച് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രായം, അതായത് എന്താ ആ ഒരു ടീനേജ് നിൽക്കുന്ന സമയം, പ്രണയം, അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിലൂടെ കഥ പോകുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്നു. അപ്പോൾ ഇപ്പം പലരും ഒബിയസ്ലി ഇപ്പം എൻ്റെ അമ്മ ആയിക്കോട്ടെ, അമ്മൂമ്മേൻ്റെ ഇവർ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ സീരിയൽ കാണുമ്പോൾ ഇവർ ഒന്നിച്ചാൽ കൊള്ളായിരിക്കും, ഇവരുടെ പേര് നല്ലതാണ്, ഇവരുടെ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ ഒന്നും തോന്നാത്തത്? അതെങ്ങനെയാണല്ലേ? അതായത് രമണ, നമ്മളിപ്പോൾ ഒരു ആപ്പിൾ മരം കാണുകയാണ്. നിനക്ക് ആ ആപ്പിൾ മരത്തിലുള്ള എല്ലാ ആപ്പിളും ഒരുപോലെ സൗന്ദര്യമുള്ളതാണ്. നിന്നെ ഇറക്കി വിടുകയാണ്, എന്നിട്ട് നിന്നോട് പോയി പറയുകയാണ് പോയി എടുത്തിട്ട് വാ, നീ ഒരു ആപ്പിൾ മാത്രം എടുത്തിട്ട് വരുള്ളൂ പറ. അതുപോലെയാണ് ഓട്ടോഗ്രാഫ് ലൊക്കേഷൻ. അല്ലേ, ചിഹ്നം പിന്നെ നോക്കുന്നിടത്ത് മൊത്തം കുട്ടികളാണ്, പിന്നെ എങ്ങനെയാ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ആ സമയത്തൊക്കെ ഞാൻ അഭിനയിക്കാൻ ചാൻസ് വെച്ച് കിടക്കാം. എന്നെ ഓട്ടോഗ്രാഫിലേക്ക് വേണ്ടി ഒരു ഓഡിഷൻ വേണ്ടി അമ്പുവിനെ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു കഥ പറയാം. നീ അപ്പോഴെങ്കിലും എന്നെ വിളിച്ച ആപ്പിൾ മരം കാണിക്കാത്ത ഒരു ആപ്പിൾ ഞാൻ പറയുമായിരുന്നു. ഒരു ആപ്പിൾ അഭിനയിക്കാൻ ചാൻസേ കിട്ടിയില്ല. അളിയാ നീ തോട്ടത്തില് ഇതൊക്കെ നോക്കിയെടുത്ത കടിക്കുന്ന പട്ടികളെ വളർത്തും പോലെ അതും കൂടെ ഉണ്ട്, സൂക്ഷിച്ചോളണം. അവിടെ കുറെ കടിക്കുന്ന പട്ടികളുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആരും ഇതിനെടുത്തിട്ട് പോകാത്തത്. ആപ്പിളിനെ വെള്ളം ഇറക്കാനേ പറ്റിയിട്ടുള്ളൂ, ഒരു ആപ്പിൾ ഒന്നും പറിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, അതിനകത്ത് ഇപ്പം പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയാം. ഞങ്ങളൊരു ഷൂട്ട് നടക്കായിരുന്നു ഓൾ സയൻസ് കോളേജിന്റെ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ അന്ന് ജെയിംസ് ആൽബർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ത്രോബാണ് അന്നത്തെ കോളേജ് സ്റ്റുഡൻസിൻ്റെയും സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇടയിൽ. ഇപ്പോഴത്തെ പോലെയല്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ഷൂട്ട് നടക്കുന്നതിനിപ്പം ഷൂട്ട് കഴിഞ്ഞപ്പം ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും സ്വാമിയായിട്ട് നമ്മളെല്ലാവരും ആയി നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ നന്നായിട്ട് ഇന്നും എൻജോയ് ചെയ്യുന്ന കൂട്ടത്തില്ല സൗന്ദര്യത്തിന്. അതെ, ഇന്നും കലയായിട്ട് അതിന് പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. കുറേ നേരമായിട്ട് നിന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ദൈവമേ, ഓട്ടോഗ്രാഫിൻ്റെ ഫാനായിരിക്കും, കിരൺ ടി വിയിലെ ഫാനായിരിക്കും കരുതി ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ആ കുട്ടി തിരിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ടൈം കിട്ടിയപ്പോൾ നമ്മൾ ഓട്ടോഗ്രാഫ് മറ്റേ ജീപ്പൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ കുട്ടി ഇതുപോലെ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി പേര് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ സംസാരിക്കാൻ ആ കുട്ടി ഇങ്ങനെ, ഞാനും വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ആ കുട്ടിയുടെ അടുത്ത് പോയത്. അടുത്ത് പോയപ്പോഴത്തേക്കും എന്നോട് ചോദിക്കാം, ജെയിംസ് ആൽബർട്ടിൻ്റെ നമ്പർ ഒന്ന് വാങ്ങിച്ചിട്ട് വന്നു. ഇവൻ ഇത് പറഞ്ഞതുകൊണ്ടൊരു കാര്യം കൂടെ പറയട്ടെ. എന്തായാലും ഇവനിത് പറഞ്ഞു. ഇല്ലല്ല, ഇവന്റെ വേറൊരു വികാരം കൂടെ പറഞ്ഞുതരാം. ബെസ്റ്റ് വികാര. അതായത് ഇതുപോലെ നമ്മുടെ ഓട്ടോഗ്രാഫിന്റെ സമയത്ത് നമ്മുടെ ഓട്ടോഗ്രാഫിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീമുണ്ട്, കണ്ണൻ, അങ്ങനെ കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ ടീമൊക്കെ. നമ്മൾ മൂകാംബിക യാത്ര പോവുക, നമ്മുടെ ഫ്രണ്ട് സർക്കിള്. അങ്ങനെ മൂകാംബികയിലെത്തി. നമ്മൾ മൂകാംബികയിൽ ക്ഷേത്ര ദർശനം, അവിടുത്തെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഏതോ ഒരു ഹതഭാഗ്യനാണോ ഭാഗ്യമാണോ ഞാൻ മറന്നുപോയി, ഒരാളുടെ അടുത്ത് പോയി ചോദിക്കുക, ആ നിൽക്കുന്നത് ജെയിംസ് അല്ലേ? അപ്പോൾ അവൻ്റെ ലുക്ക്. പിന്നെ ഞാനാരാടാ? അവനോട് സാം എന്ന് പറയുന്ന അവൻ്റെ അടുത്ത് പോയിട്ട് എന്നെ ചോദിച്ചപ്പോൾ അവനൊരു ലുക്ക്. അപ്പൊ എന്നെ മനസ്സിലായില്ല. അല്ല, ഇവിടെ പോയാലും അവസ്ഥ അതായിരുന്നു. ആ ടീമിലെ കുറച്ച് ഹൈറ്റും അല്ലേ, എന്താണ് നിന്റെ ഉദ്ദേശം? അപ്പൊ
ഫോളോ മീ. എന്താണ് നിന്റെ ഉദ്ദേശം? ഇത്രയും ആഹാര സാധനങ്ങൾ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് എന്താണ് നിന്റെ ഉദ്ദേശം? നീ അത് ഞാൻ 2 തിന്നില്ലേ? അതാണ് എന്റെ ഉദ്ദേശം. അതാണ് 5 ഫിംഗേഴ്സിന്റെ തീരുമാനം. അതാണ് 5 ഫിംഗേഴ്സിന്റെ തീരുമാനം. 2 തുടങ്ങണോ? ഏതും തുടങ്ങണം? കരിമീനല്ല. കരിമീനല്ല. ഇവനല്ലേ ഇത് കരിമീനാണെന്നൊക്കെ തള്ളിയത്. ഇലയിൽ വെച്ച് പൊള്ളിച്ച് കൊണ്ടുവരുന്ന സാധനം കരിമീനാണ്. മീൻ ഇത് റെഡ് സ്നാപ്പർ. കരിമീനിനെക്കാളും പൊളിയാണ്. മണത്ത് പറയുന്നത് അല്ലേ? റെഡ് സ്നാപ്പർ അല്ലേ? കരിമീൻ ഇത്രയും വലിപ്പം ഉണ്ടാവില്ല. വലിപ്പമുള്ള കരിമീനൊക്കെ ഉണ്ടല്ലോ. ആണെന്ന് ഞാൻ നോക്കിട്ടെ, ഞാൻ നോക്കിട്ട് പറയാം. ചിക്കൻ മുട്ടന എന്ന് പറയുമ്പോൾ സീബാസ് റെസ്റ്റോറന്റ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇവിടെ വന്ന് കൈയിട്ട് വാരി ഇതുപോലെ ഫിഷ് ടാങ്കിൽ നിന്ന് പിടിച്ച് ചൂര അയലെന്ന് പ്രതീക്ഷിച്ച് വരരുത്. എന്താ വേണ്ടേ? ഇതോ കൈ ഫ്രീ അല്ല. ഹമൂർ ദൈവമേ, എന്റെ പ്ലേറ്റ് പോയടാ. നല്ല ഫ്രഷ് ഫിഷ് കഴിക്കാം. ഇപ്പൊ ട്രിവാൻഡ്രത്ത് അങ്ങനെ ഉള്ള ഹോട്ടൽസിലുണ്ട്, പക്ഷെ അത് വളരെ ലിമിറ്റഡ് ആണ്. അതിൽ ഇത് മൊത്തം മുള്ളാണ്. ആണ് ആനന്ദ പിടി. ഫ്രഷ് ഫിഷ് കിട്ടിയപ്പോ അപ്പം വേണ്ട, ദൈവമേ, ഇവക്ക് ഒരുപാടുണ്ടല്ലോ. ബട്ടർ നാൻ വേണ്ട, ഒന്നും വേണ്ട. ഫിഷിന് വേണ്ടിയുള്ള അടിയാ. നടാമ്പൂ ഇന്റർവ്യൂവിന് വന്നുള്ള കാര്യം കൂടെ എന്തിനാണ് ചില്ലിട്ട് വെക്കാനാ? അമ്മ എനിക്കിത് ഞാൻ ആ ബട്ടർഫ്ലൈ എടുത്തിട്ടാ. പൂക്കളുള്ള പൂക്കള് ഇന്ന് അമ്പൂന്ന് പറഞ്ഞിട്ട് തന്ന സാധനമാണ്. എടാ, അതിലാണ് ഏറ്റവും കൂടുതൽ സത്തുള്ളത്. നിനക്ക് എടുത്തിട്ട് എനിക്ക് അത്ര സത്ത് വേണ്ട. അമ്മ അടിക്കും, പക്ഷെ അതിന്റെ വഴക്ക് പറയും സത്ത് കൂടി കഴിച്ചാ. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ കഴിച്ചിട്ട് പറയണ്ടേ നമ്മളെ സീബാസിനെ കുറിച്ച് എങ്ങനെയുണ്ട് ഫുഡ്. അതായത് ഇതിന്റെ ടേസ്റ്റ് കാരണം ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാലോ എന്ന് വിചാരിച്ചതാ. കാരണം ഒരു ഗ്യാപ്പ് കിട്ടിയാലേ നമ്മുടെ പ്ലേറ്റിലുള്ളത് വരെ അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് എന്റെ ചുറ്റും ഇരിക്കുന്നത്. നല്ല അടിപൊളി ഫുഡാണ്. നിന്റെ ഒരു ചാനൽ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും ഒത്തുകൂടാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോളാണ്. ഓട്ടോഗ്രാഫിന്റെ സെക്കൻഡ് പാർട്ട് നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ട്, വീണ്ടും നമുക്കൊന്ന് ഒത്തുകൂടിയാലോ എന്ന്. പ്ലാനിംഗ് ഉണ്ടായിരുന്നു അല്ലേ സംഭവം? ഞങ്ങൾ ഇന്നും ഞങ്ങളുടെ ആഗ്രഹങ്ങളിലൊന്നും അത് തന്നെയാണ്. അതിനൊരു ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂൾ വിട്ട് അന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഞങ്ങൾ ആ തുടർച്ചയായിട്ട് എപ്പിസോഡ്സ് പോയെങ്കിലും ഇത് റിയൽ ആയിട്ടുള്ള അന്നത്തെ 4 ഫിംഗേഴ്സിന്റെ അല്ലെങ്കിൽ 5 ഫിംഗേഴ്സിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇന്നും അതൊരു ഓപ്പൺ ഏരിയ തന്നെയാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതും ഞങ്ങളുടെ ആഗ്രഹങ്ങളിലൊന്നും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നും ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിന് ഒരു തുടർച്ച എന്നുള്ള രീതി. നിങ്ങളുടെ ഈ വിഷമം കണ്ട് മനസ്സിലാക്കിയ ഒരു പ്രൊഡ്യൂസർ മുമ്പോട്ട് വരട്ടെ. അതെ, ഈ ചാനലിൽ നിന്ന് ഒരുപാട് പൈസകൾ ഉണ്ടാക്കി നമുക്ക് വേണ്ടിട്ട് ആ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ. മനോജ് ചേട്ടൻ 15 ദിവസം ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വഴി കൂടെ കഴിക്കുന്നത്? വേണമെങ്കിൽ ഇപ്പൊ സെപ്പറേറ്റ് മേടിച്ചു കളിച്ച് വലിക്കുന്നുണ്ടോ? മനോജ് ചേട്ടൻ 15 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി 15 ദിവസം റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ പറഞ്ഞു, സിആറിന്റെ കളിയാണ് മോനെ, സിആറിന്റെ കളി. അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജക്റ്റ് തന്നെ പ്രൊഡ്യൂസർ കം ആർട്ടിസ്റ്റ് ആയിരുന്നപ്പോഴേ നിങ്ങൾക്ക് ജാട സഹിക്കാൻ പറ്റിയില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ പ്രൊഡ്യൂസറും കൂടെ ആണെങ്കിൽ ഏത് ലെവലായിരിക്കും അറിയാം. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും കൂടെ, നിങ്ങൾക്ക് എല്ലാവരുടെയും ഒരു ശബ്ദം ജെയിംസ് ആണ്. 5 ഫിംഗേഴ്സിന്റെ ഒരു ശബ്ദം ജെയിംസ് ആണ്. ജെയിംസിന്റെ തീരുമാനം പറയുകയാണ് നമ്മുടെ പ്രേക്ഷകരോട്, എന്റെ ചാനൽ പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളത്. എന്താ ജെയിംസ് തീരുമാനം? തീരുമാനം പറയാൻ പറ്റേ. അതായത് രമണ, സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ നമ്മുടെ ഈ 4 പേര്, 4 അല്ല 5 പേര്, അതിലൊരാൾ നമ്മുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ 4 പേര്. അപ്പോൾ ആ 5 പേരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തി വീണ്ടും ഒരു റീയൂണിയൻ സാധിച്ചു തന്നതിൽ അതിൽ ആദ്യമായിട്ട് നിനക്ക് ഏറ്റവും അധികം നന്ദി ഞങ്ങൾ 4 പേരും അറിയിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നമ്മളെ എന്താ പറയുക ഒത്തുകൂടി ഇങ്ങനൊരു എന്താ പറയുക ഒരു അവസരം തന്ന് അത് നീ നിൻ്റെ പ്രേക്ഷകരിലോട്ട് എത്തിക്കുമ്പോഴാണ് നമ്മൾ 5 പേര് ഇവിടെ ഒരു കാലത്ത് നിറഞ്ഞാടിയിരുന്നു എന്ന് പ്രേക്ഷകരും കൂടെ അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ വ്യൂവേഴ്സിന് എന്താ പറയാ, അതെ, ഈ പ്രത്യേകിച്ച് ചാനൽ സബ്സ്ക്രൈബ്. ശരിക്കും ഞാനും സോണിയും നമ്മൾ കോൺടാക്ട് ചെയ്ത സമയത്ത് നമ്മൾ ആലോചിച്ചതാണ് ഇങ്ങനത്തെ ഒരു വെറുതെ ഒരു മീറ്റിംഗ് ആയിരുന്നു ഞാൻ വിചാരിച്ചത്. അന്ന് എന്നെ വിളിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു. രഞ്ജു ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ശ്രീകുട്ടി, നമ്മൾ എറണാകുളത്ത് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നിന്റെ ചാനലിലൂടെയാണ് സാധ്യമായത്. അതിനുള്ള ഭാഗ്യം നീ അഭിമാനിക്കണം. നിങ്ങൾ 4 പേരും ഒരു നോയും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോയോ കോംപ്ലക്സോ ഒന്നും ഇല്ലാതെ ഒരു 4 പേരും പറഞ്ഞത് നിങ്ങൾ പ്ലാൻ ചെയ്തു. നമുക്ക് 4 പേരിൽ ഇപ്പം ശ്രീകുട്ടി വീട്ടിലുണ്ട്, അത് ബാക്കി എല്ലാവരും തിരക്കുകളായിട്ട് നിൽക്കുന്നുവെങ്കിലും അവരുടേതായ ഡേറ്റ് നമുക്ക് ഒരുമിച്ച് വരണം, നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റണം
അപ്പോൾ അതിന് ഒരു തവണ പ്ലാൻ ചെയ്തപ്പോൾ അംബരീഷ് കൊച്ചിയിൽ, പിന്നെ സോണി അങ്ങ് കണ്ണൂർ, രഞ്ജിത്തും ശ്രീകുട്ടിയും ട്രിവാൻഡ്രത്ത്, അല്ലെങ്കിൽ അവരെ ഇങ്ങ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവരെ അങ്ങ് അല്ല ഇത് കൊണ്ടുവരണം. ഓട്ടോഗ്രാഫിന്റെ ഷൂട്ടിംഗ് സെയിം തന്നെയായിരുന്നു. ഇവര് രണ്ടുപേരും കണ്ണൂരായിരിക്കും, അല്ല ഇവൻ എറണാകുളത്ത് ഉണ്ടാവും, ഞാൻ ട്രിവാൻഡ്രത്ത്, ഞാൻ ഇവളും ട്രിവാൻഡ്രത്തായിരിക്കും. അപ്പോൾ പലയിടത്തും തന്നെയാണ് അന്നും ഷൂട്ട് നടന്നിട്ടുള്ളത്. ഇന്നും ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. ആക്ച്വലി ഇപ്പൊ സംസാരിച്ചപ്പോഴും ഒരു 10 കൊല്ലം കഴിഞ്ഞു എന്നോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതേ ഒരു അല്ല സാധാരണ ഇപ്പൊ ഈ നമ്മൾ ഈ ടോക്ക് നടക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഇത്രയും ഗ്യാപ്പിന്റെ ഒരു അകൽച്ച ഉണ്ടാവുമായിരുന്നു. ആ ഒരു അകൽച്ചയോ കാര്യങ്ങളോ ഒന്നും എവിടെയാണോ നമ്മൾ നിർത്തിയിട്ട് പോയത് അവിടുന്ന് നമ്മൾ തുടങ്ങി വീണ്ടും ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇവരുണ്ട് എന്നുള്ള വിശ്വാസം ആസ് എ പ്രേക്ഷകൻ, ഒരു വ്യൂവർ എന്നുള്ള ഇതിൽ എനിക്കും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ അടുത്തൊരു എപ്പിസോഡ് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് നമ്മുടെ ഓട്ടോഗ്രാഫിലെ ആ പഴയെന്ന് ഇപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എല്ലാം പുതുമയോടുകൂടിയാണ് ഇവരിയ്ക്കുന്നത്. ഇന്നലെ ഷൂട്ട് പാക്കപ്പ് ആയതുപോലെയാണ് പഴയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. അപ്പോൾ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ നിങ്ങളെ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിലുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സ്നേഹവും സപ്പോർട്ടും തുടർന്നും അങ്ങോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അതെ, ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൂടെ പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ബൈ.